യുവതാവശ്യത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് വളർന്നലച്ചൻ, ജോയിന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ബോബി ബേരിക്കച്ചൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റു വൈദികരെ, ആനിമേറ്റേഴ്സ്, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞു മിഷണറിമാരെ, സഹോദരങ്ങളെ, മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു വലിയ തീർത്ഥാടനം ഈ പരിശുദ്ധ ദൈവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്ര പ്രാധാന്യമേറെയുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം നമുക്കെല്ലാം ഒരു അഭയസ്ഥലമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഒരുപാട് കൃപാവരങ്ങൾ നമ്മുടെ സമൂഹത്തിനും സഭയ്ക്കും നാടിനുമെല്ലാം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ സ്രോതസ്സാണ് അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രീം സെന്ററായ ഈ തീർത്ഥാടന കേന്ദ്രം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യവും മാധ്യസ്ഥവും സഹായവുമെല്ലാം ഇവിടെ വരുന്നവർക്കെല്ലാം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മള് മിഷണറിമാർ, കുഞ്ഞു മിഷണറിമാർ, നമ്മുടെ രൂപതയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന മിഷണറിമാർ, മിഷൻ ലീഗിന്റെ അംഗങ്ങൾ ഓരോ സ്കൂളിൽ നിന്നും അധ്യാപകരോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏറ്റവും സന്തോഷകരവും അനുഗ്രഹീതവുമായ ഒരു സന്ദർഭം. പരിശുദ്ധ അമ്മ എന്ന മിഷണറിയെ കുറിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സമയമെന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും വലിയ പ്രേക്ഷിത മിഷണറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും, പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. കാരണം മിഷണറി ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈശോയെ കൊടുക്കുക എന്നാണ്. സുവിശേഷം പങ്കുവയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സുവിശേഷം ഏറ്റവും ആഴത്തിലും അർത്ഥത്തിലും സ്വീകരിച്ച് പങ്കുവെച്ചയാണ് പരിശുദ്ധ കന്യകാമറിയമാണ്. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അതിന് പൂർണ്ണമായിട്ടും ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചതോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹൃദയത്തിൽ, ഉദരത്തിൽ വചനം മാംസം ധരിച്ചു, സുവിശേഷം പിറന്നു. ഈശോമിശിഹ മാതാവിന്റെ ഉദരത്തിൽ ജന്മമെടുത്തു. അപ്പൊ ദൈവപുത്രന് ഹൃദയത്തിലും ഉദരത്തിലും ജന്മം കൊടുത്തുകൊണ്ട് ഈശോയെ, സുവിശേഷത്തെ ലോകത്തിൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ പങ്കുവെച്ച മിഷണറി പരിശുദ്ധ കന്യകാമറിയമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിലാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 8 നോമ്പ് എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പിറവി എന്നത് ദൈവത്തിന്റെ സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പിറവിയാണ്. ദൈവം ഈശോമിശിഹായ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി, ലോകരക്ഷയ്ക്ക് പ്രത്യേകമായ സഹകാരിണിയാകാൻ വേണ്ടി ഒരാളെ നിയോഗിച്ചു, തെരഞ്ഞെടുത്തു. ഉത്ഭവരഹിതയായിട്ട് പിറക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ സവിശേഷമായ തെരഞ്ഞെടുപ്പിലൂടെ ജന്മമെടുക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും വലിയ പ്രേക്ഷകരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുഞ്ഞു മിഷണറിമാരുടെ എല്ലാം മനസ്സിൽ കടന്നു വരേണ്ട ഒരു പ്രേക്ഷിത ചിത്രമാണ് പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം. അമ്മയോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, അമ്മയെ നോക്കി നടക്കുക എന്നതുകൂടിയാണ് മാതാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. ഏറ്റവും വലിയ പ്രേക്ഷിത, ഏറ്റവും മഹത്വമേറിയ ശിഷ്യ ഈശോമിശിഹായുടെ അമ്മ തന്നെ. അതിനൊരു സംശയം. എന്താണ് നമ്മുടെ മുദ്രാവാക്യം? മിഷൻ ലീഗിന്റെ മുദ്രാവാക്യം സ്നേഹം, ത്യാഗം, സേവനം, സഹനം. അപ്പൊ സ്നേഹം, ത്യാഗം, സേവനം, സഹനം, ഈ 4 കാര്യങ്ങളും പ്രേക്ഷിതരുടെ മുഖമുദ്രയാണ്. ഈ 4 കാര്യങ്ങളും കൂടെ കൂടുമ്പോഴാണ് ഒരാൾ പ്രേക്ഷിതനും പ്രേക്ഷിതയും ഒക്കെ ആയി മാറുന്നത്. ഈ 4 കാര്യങ്ങളും ഏറ്റവും പൂർണ്ണതയിൽ സമന്വയിക്കപ്പെട്ടത് ഒരു ജീവിതത്തിലാണ്, ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിലാണ്. അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതം. ഒരു സംശയ കാര്യത്തിന് മനുഷ്യ വ്യക്തികളില് ഈ 4 പ്രേക്ഷിത മുഖങ്ങളും ഒരുപോലെ സമന്വയിക്കപ്പെട്ട അതുല്യമായ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതവും വ്യക്തിത്വവും. അതൊരു വലിയ നിയോഗമായിരുന്നു. ആ നിയോഗത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അതുപോലെ ആ ജീവിതത്തെ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിന്റെ ദിഗമായിരുന്നല്ലോ പരിശുദ്ധ മറിയം. സ്നേഹം തന്നെയായ ദൈവം അമ്മയുടെ ഉദരത്തില്
കടന്നു വന്നതോടെ, ജന്മമെടുത്തതോടെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൾ സ്നേഹമയിയായി മാറുകയായിരുന്നു. പരിശുദ്ധ അമ്മ സ്നേഹത്തിന്റെ ഒരു കടന്മരം പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സാന്നിധ്യമായിരുന്നു. ആ കൊച്ചു കുടുംബത്തിന്റെ വസ്ത്രത്തിലെ തിരുക്കുടുംബത്തിൽ സ്നേഹം നിറച്ച ഒരാൾ, ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞു തോന്നിയ ഒരാൾ, കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സ്നേഹം വിളമ്പിയ ഒരാൾ, ഈശോയുടെ പിന്നാലെ സ്നേഹത്തിന്റെ ഒരു അമൃത സാന്നിധ്യം പോലെ, നിഴല് പോലെ കടന്ന് നീങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ, ഈശോയുടെ മരണത്തിന്റെ സമയത്തും സ്നേഹത്തിന്റെ സാന്ത്വന മൊഴികളുമായി ചേർന്ന് നിന്ന ഒരാൾ, തിരുവുത്ഥാനത്തിന് ശേഷവും ഈശോയുടെ ശിഷ്യന്മാരെ, സ്ത്രീകന്മാരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ ഒരു വീട് ഒരുക്കിയ ഒരാൾ, എല്ലാ അർത്ഥത്തിലും സ്നേഹത്തിന്റെ സാന്നിധ്യമായിരുന്നു മാതാവ്. സുവിശേഷം സ്നേഹപ്രവാഹമാണ്, സ്നേഹത്തിന്റെ ഒരു ഒഴുക്കാണ് സുവിശേഷം. സ്നേഹം പങ്കുവയ്ക്കുകയാണ് സുവിശേഷം. കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രഘോഷിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മൾ കുഞ്ഞു മിഷണറിമാർ, നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിന്റെ സാന്നിധ്യങ്ങളായി മാറണം, കരുതലായി മാറണം, മറ്റുള്ളവർക്ക് കരുണയുടെ സാന്നിധ്യമായി മാറണം, പ്രോത്സാഹനമായി മാറണം, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുന്നവരായി, അങ്ങനെ സ്നേഹത്തിന്റെ വാക്കുകളും ജീവിതവും ഒക്കെ പങ്കുവയ്ക്കുന്നവരായി മാറുമ്പോൾ നമ്മളൊക്കെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, സ്കൂളിലും പഠന സമയങ്ങളിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും എല്ലാം സ്നേഹിക്കുന്ന നല്ല സാന്നിധ്യമായിട്ട് മാറുമ്പോൾ നമ്മളൊക്കെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്, പ്രേക്ഷിതരായി മാറുകയാണ്. അത് ഈശോയുടെ സ്നേഹത്തെ പ്രതിയുള്ള, ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നേഹ സാന്നിധ്യങ്ങളായി മാറണം. മാതാവിനെയായിരുന്നു, മാതാവിന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹ സാന്നിധ്യമായിരുന്നു. കടന്നു ചെന്ന ഇടങ്ങളിലൊക്കെ മാതാവ് അനുഗ്രഹമായി മാറി. കാനായിലെ കല്യാണത്തിന്റെ വേളയിലും എലിസബത്തിന്റെ ഭവനത്തിലും, സക്കറിയ എലിസബത്തിന്റെ ഭവനത്തിലും ഒക്കെ മാതാവിന്റെ സാന്നിധ്യം അനുഗ്രഹ സാന്നിധ്യമായി മാറുകയാണ്. അപ്പൊ വാക്കിലൂടെയും സാന്നിധ്യത്തിലൂടെയും അനുഗ്രഹം വിളമ്പുന്ന സാന്നിധ്യങ്ങളായി മാറുമ്പോൾ നമ്മളൊക്കെ പ്രേക്ഷിതരായി മാറുകയാണ്. രണ്ട്, ത്യാഗം. ത്യാഗത്തിന്റെ ഒരു മൂർത്തിമ ഭാവമായിരുന്നു മാതാവ്. ത്യാഗനിർഭരമായ ഒരു സമർപ്പണമാണ് മാതാവ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്തത്. ആ സമർപ്പണത്തിൽ തന്നെ ത്യാഗം നിറഞ്ഞ് കവിയുന്നു. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിലും ത്യാഗത്തിന് വലിയ വിലയുണ്ട്. ഈശോമിശിഹായാണ് ത്യാഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം. കാൽവരിയിൽ അവസാനത്തിന്റെ രക്തം വരെ ചെന്തി സമർപ്പിച്ച ലോകരക്ഷകനായ മിശിഹ തമ്പുരാനാണ് ത്യാഗത്തിന്റെ പൂർണ്ണത. അപ്പൊ ത്യാഗത്തെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിലെ ത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ വ്യയം ചെയ്യുന്ന, നമ്മുടെ സമയം, അറിവ്, കഴിവ്, ആരോഗ്യം ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് മാറണം. മാതാവ് നോക്ക് എത്ര ത്യാഗപൂർവമാണ് മംഗലവാർത്ത ശ്രമിച്ചതിനു ശേഷം ഐൻകരിയുമെന്ന ആ ഒരു സ്ഥലത്തേക്ക് ദീർഘദൂര ഉൾക്കട യാത്ര ചെയ്ത് കടന്നു പോകുന്നത്. എലിസബത്ത് എന്ന ഇളയമ്മയെ ശുശ്രൂഷിക്കാനും കൂടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് ത്യാഗപൂർണമായ യാത്രകൾ മാതാവിന്റെ ജീവിതത്തിന്റെ വഴികളായിരുന്നു. മാതാവ് എന്തെല്ലാം ത്യാഗം ശ്രമിച്ചുകൊണ്ടാണ് ഉണ്ണി ഈശോയെ യോസേപ്പിതാവിനോട് ചേർന്നുകൊണ്ട് വേണ്ടവിധം കാത്തു പരിപാലിച്ചു വന്നത്. ദീർഘദൂരമുള്ള യാത്രകള്, പലതരത്തിലും ദുർഘടമായ സാഹചര്യങ്ങളില്, ഭീതിജനകമായ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ മുഴുവനും ത്യാഗം നിറഞ്ഞതാണ്. അപ്പൊ ത്യാഗം എന്നത് ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന പ്രവൃത്തിയാകുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ട്. അത് സുവിശേഷ പ്രഘോഷണമാണ്, അത് ദൈവരാജ്യ പ്രഘോഷണമാണ്, മിഷണറി പ്രവർത്തനമാണ്. ത്യാഗപൂർവ്വം നമ്മുടെ മിഷണറിമാരൊക്കെ കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വലിയ വിദൂരമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ എന്തുമാത്രം ത്യാഗം ശ്രമിച്ചുകൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറുന്നത്. അവർ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ആത്മായ പ്രേക്ഷിതരുണ്ട്. ജീവൻ പോലും കൊടുക്കേണ്ടി വന്നാൽ പോലും ഈശോമിശിഹായെ പ്രഘോഷിക്കുവാനുള്ള ധീരത, ത്യാഗനിർഭരമായ ജീവിതം, സമ്പൂർണമായ സമർപ്പണത്തിലൂടെ കൊടുക്കാൻ സാധിക്കണം. ഈ മിഷണറിമാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം പ്രേക്ഷിത ചൈതന്യത്താൽ നിറയ്ക്കാൻ, അവരെയൊക്കെ ധൈര്യസമേതം സുവിശേഷത്താൽ നിറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നിറഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുന്നവരാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, അതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അപ്പൊ പ്രാർത്ഥനയിലൂടെ ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. കൊച്ചുദേശ പുണ്യവതി പ്രാർത്ഥനയുടെ പ്രേക്ഷിതയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് അനേകരെ സ്വർഗരാജ്യത്തിന് വേണ്ടി പാപികളെ മാനസാന്തരപ്പെടുത്തിയ പുണ്യ സാന്നിധ്യമാണ് കൊച്ചുദേശ എന്ന മിഷൻ ലീഗിന്റെ മധ്യസ്ഥ കൂടിയായ പുണ്യവതി. ഫ്രാൻസിസ് സേവ്യർ എന്ന മിഷൻ ലീഗിന്റെ മധ്യസ്ഥനായ വ്യക്തി
ത്യാഗപൂർവം കർത്താവിനെ പ്രഘോഷ ആളാണ്. കടലോരങ്ങളിലൂടെ നടന്ന് ഒരു വിദേശ രാജ്യത്ത് ജനിച്ച വ്യക്തി യൂറോപ്പിന്റെ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പാരീസ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നയാൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രൊഫസ് ചെയ്തു. ഈശോയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ത്യാഗനിർഭരമായ ജീവിതം നയിച്ചു. പുണ്യവാനായി മാറി. അനേകം ആത്മാക്കളെ നേടി അങ്ങനെ വലിയ ഒരു സാന്നിധ്യമായിട്ട് ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ഇടയിൽ നിന്നും പ്രേക്ഷകരുണ്ട്. ധാരാളം മിഷണറിമാരുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവര്. നമുക്കുമൊക്കെ അങ്ങനെ ആയിത്തീരാനുള്ള ഇടയുണ്ടാവും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്കൂളിലും ഒക്കെ ത്യാഗപൂർവ്വം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഈശോയുടെ നാമത്തിൽ കൊണ്ട് സഹായിക്കുമ്പോൾ നമ്മൾ മാതാവിനോട് ചേർന്നുകൊണ്ട് പ്രേക്ഷകരാകുക ചെയ്യുന്നത്. അത് ഓർക്കുക. സ്നേഹം, ത്യാഗം, സേവനം. മൂന്നാമത്തെ കാര്യം, സേവനത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ മാതൃകയാണ് വിശുദ്ധ കന്യകാമറിയം. അതും എലിസബത്തിന്റെ ഭവനത്തിലെത്തി വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് എലിസബത്തിനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുന്ന ഒരമ്മ സേവനത്തിന്റെ അതുല്യമായ മാതൃകയാണ്. കാനായിലെ കല്യാണ വിരുന്നില് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ആരും അറിയാതെ അവരെ സഹായിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു നല്ല സാന്നിധ്യം. അങ്ങനെ സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും ഉദാത്ത മാതൃകയാണ് വിശുദ്ധ കന്യകാമറിയം എന്ന് നമുക്ക് ഓർക്കാം. സേവനത്തിന്റെ, കാരുണ്യത്തിന്റെ മാലാഖമാരെ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ കണ്ടുപിടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മദർ തെരേസ. കാരുണ്യത്തിന്റെ, പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി. പാവങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവര് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. വൈദികരും സന്യസ്തരും മാത്രമല്ല, ആത്മായ പ്രേക്ഷകരുണ്ട്. പാവപ്പെട്ടവര്, കാരുണ്യം അർഹിക്കുന്നവര്, വേദനിക്കുന്നവര്, നിരാലംബര്, അവഗണിക്കപ്പെട്ടവര്, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ ത്യാഗപൂർവ്വം ശുശ്രൂഷ ചെയ്യുക എന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കണം. നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് ആകുന്ന വിധം മറ്റുള്ളവർക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് യഥാർത്ഥ സേവനമായി മാറും. സേവനം ഒരു ശുശ്രൂഷയാണ്. ഈശോ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവിടെ ശുശ്രൂഷയുടെ പാഠം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു പാഠമാണ്, ഒരു പ്രചോദനം നൽകുന്ന ഒരു മാതൃകയാണ്. സമറിയാക്കാരന്റെ ഉപമ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. മുറിവേറ്റ വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ താങ്ങിയെടുത്ത് തന്റെ കഴുതപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി ആവുന്ന ശുശ്രൂഷകളെല്ലാം കൊടുത്ത് സഹായിച്ച ഒരു സമറിയാക്കാരനെ പരിചയപ്പെടുത്തുന്ന ഈശ്വരശിലാണ്. ശുശ്രൂഷയുടെ പാഠങ്ങൾ, ശുശ്രൂഷയിലൂടെ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ലോകത്തിൽ തന്നെ ഒരു 64ഓളം ശുശ്രൂഷ ഭവനങ്ങളുണ്ട്. വേദനിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഭവനങ്ങൾ കാരുണ്യ ഭവനങ്ങളാണ്. ഈ കാരുണ്യ ഭവനങ്ങളൊക്കെ സന്ദർശിക്കണം. അതുപോലെ കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് വീട്ടിൽ ആരംഭിക്കണം. ഈ സ്നേഹത്തിന്റെ പാഠങ്ങൾ ചാരിറ്റി ഓൾവേസ് ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുക. ഭവനത്തിൽ ആരംഭിക്കുന്ന ശുശ്രൂഷയുടെയും സ്നേഹത്തിന്റെയും ജീവിതശൈലിയാണ് പിന്നീട് നമുക്ക് ജീവിതത്തിന് വലിയ മാതൃകയായി, വലിയ ഒരു പ്രചോദനമായി മാറുന്നത്. അവസാനമായിട്ട് സഹനം, സ്നേഹം, ത്യാഗം, സേവനം, സഹനം. പരിശുദ്ധ മുഖമാണിത്. സഹനത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃക പരിശുദ്ധ കന്യകാമറിയമാണ്. കുരിശിൻ ചുവട്ടിലെ അമ്മ. കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് യോഹന്നാൻ എന്ന പ്രിയ ശിഷ്യന് ഈ അമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അമ്മയെ നൽകിക്കൊണ്ട് സഭയ്ക്ക് മുഴുവനുമായി, ലോകത്തിന് മുഴുവനുമായി ഒരമ്മയെ ഈശോ നൽകുന്നത്. അത് പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ മകനായിട്ടുള്ളത്. അതൊരു വലിയ സമ്മാനമാണ്. അത് കുരിശിൻ ചുവട്ടിന്റെ ത്യാഗത്തിൽ നിൽക്കുന്നതാണ്. കുരിശിൽ നിന്ന് ഇറ്റു വീഴുന്ന രക്തത്തുള്ളികൾ ആ സ്നേഹത്തിന്റെ പ്രവാഹമായി ഇറ്റു വീഴുന്ന, അല്ലെങ്കിൽ ചൊരിയുന്ന രക്തത്തുള്ളികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു നെഞ്ചു പൊട്ടുന്ന അമ്മയുടെ ത്യാഗത്തിന്റെ മുഖം അവിടെയുണ്ട്. മാതാവിന്റെ ജീവിതം മുഴുവനും ത്യാഗനിർഭരമായിരുന്നു, സ്നേഹം നിറഞ്ഞതായിരുന്നു, സഹനം നിറഞ്ഞതായിരുന്നു. അപ്പൊ സഹനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. സഹനമില്ലാത്ത ഒരു ജീവിതം മനുഷ്യജന്മത്തിൽ ഇല്ല. നമുക്കെല്ലാം സഹനങ്ങളും, അത് മാനസികമാകും, ശാരീരികമാകും, ഏത് തരത്തിലുമാകും, ആധ്യാത്മികവുമാകും. സഹനങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. സഹനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഹനത്തെ
ഈശോയുടെ കണ്ണിലൂടെ നോക്കിക്കാണാൻ, പരിശുദ്ധ അമ്മയുടെ മാതൃക അനുസരിച്ച് അതിനെ കണ്ട് സ്വീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സഹനങ്ങൾ രക്ഷാകരമാണ്. മാതാവ് രക്ഷയുടെ ഏറ്റവും അടുത്ത സഹകാരിണിയായി മാറി. കാരണം കുരിശിനോട് സഹനത്തോട് ഏറ്റവും ചേർന്ന് നിന്നവൾ ആയിരുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. നോക്കൂ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അവർക്ക് പരിഭവിക്കാതെയും പരാതി പറയാതെയും ആരെയും കുറ്റപ്പെടുത്താതെയും ഈ സഹനങ്ങളെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ പഠിച്ചാൽ അത് വലിയ മാതൃകയായി. അൽഫോൻസാമ്മ സഹനത്തിൽ ദൈവത്തിന്റെ സ്നേഹം കണ്ടുമുട്ടിയ വലിയ വിശുദ്ധിയാണ്. നമ്മുടെ നാട്ടിലെ ഭാരതത്തിന്റെ ആദ്യത്തെ പുണ്യവതി സഹനത്തിന്റെ വലിയ വിശുദ്ധിയാണ്. പുണ്യവതി അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം മുസ്ലിമുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് ഓർക്കണം. നോക്കൂ, അവരൊക്കെ സഹനങ്ങളെ കണ്ട വിധം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ, കൊച്ചു കൊച്ചു സഹനങ്ങളായിരിക്കും, ചെറിയ സഹനങ്ങൾക്ക് പോലും മൂല്യമുണ്ടാകും. അത് കാൽവരിയിലെ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ, ഈശോയുടെ സ്നേഹത്തെ കൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിനെല്ലാം വലിയ മൂല്യമുണ്ടാവും. അതെല്ലാം അനുഗ്രഹമായി മാറും, രക്ഷാകരമായി മാറും, കൃപയായി മാറും. അതുകൊണ്ട് സഹനം ഒരു സുവിശേഷ പ്രഘോഷണമാണ്. സഹനത്തിലൂടെ ഈശോയെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹം, ത്യാഗം, സേവനം, സഹനം, ഇത് ക്രിസ്ത്യൻ മുദ്രാവാക്യം എന്ന് മാത്രമല്ല മിഷണറിയുടെ സവിശേഷമായ മുഖമാണ്. അതിന്റെ ഏറ്റവും ഉന്നതമായ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മയുടെ ബലി തിരുനാളിന് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് തീർത്ഥാടനമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്, നോമ്പാചരിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ ഈ പിറവിയില് ഒരു പ്രേക്ഷിത നമ്മുടെ ജീവിതത്തിൽ പിറക്കണം, ഒരു പ്രേക്ഷിതൻ നമ്മുടെ ജീവിതത്തിൽ പിറക്കണം. മാതാവിന്റെ ജന്മം ഒരു പ്രേക്ഷിതയുടെ ജനനമായതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു കുഞ്ഞു മിഷണറി മാതാവിന്റെ ജന്മനാടിനോട് ചേർന്ന് നമ്മുടെ ഉള്ളിൽ പിറക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഈശോയുടെ നല്ല സുവിശേഷ സാക്ഷിയായിട്ട് മാറട്ടെ നമ്മുടെ ഈ കൊച്ചു ജീവിതം. മാമോദീസ സ്വീകരിച്ച നമ്മുടെ വിശ്വാസ ജീവിതം സുവിശേഷ പകർവികാരണ ജീവിതമാണ്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം മിഷണറിമാരാണ്, ഐക്യപ്പെടുന്നവരാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുവിശേഷത്തിലെ പ്രമേയവും. നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ്, എല്ലാവരും വ്യത്യസ്തമായ ജീവിതാന്തസ്സുള്ളവരെല്ലാം പ്രഘോഷിക്കേണ്ടവരായി ഈശോയെ. നമുക്ക് നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം. മാതാവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഈശോമിശിഹായിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തരുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമ്മളെ മുഴുവനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയിലൊക്കെ നമുക്ക് കിട്ടുന്ന കൃപകളെല്ലാം ഈ പ്രേക്ഷിത ചൈതന്യത്താൽ നിറയാനുള്ളതാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വിവിധ ഇടവുകളിൽ നിന്നായിട്ട് ത്യാഗപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഇവിടേക്ക് പ്രേക്ഷിത റാലിയായി കടന്നു വന്ന എല്ലാ മിഷണറിമാർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, പ്രാർത്ഥന ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും കൂടെ നയിച്ച അധ്യാപകരെയും മിഷൻ ലീഗിന്റെ സാരഥികളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ഈ മിഷൻ പഠനം ഓർഗനൈസ് ചെയ്ത മിഷൻ ലീഗിന്റെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും ബോബി അച്ഛനും, അതുപോലെ മിഷൻ ലീഗിന്റെ പ്രസിഡന്റ്, ഓർഗനൈസിംഗ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.